വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാകുന്നു. സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കേണ്ട അവതരണഗാനത്തിന്റെ നൃത്താവിഷ്കാരം കുട്ടികളെ പഠിപ്പിക്കാൻ നർത്തകി കൂടിയായ സിനിമാ താരം 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. സ്കൂൾ കലോത്സവത്തിലൂടെയാണ് ഈ താരവും മികച്ച കലാകാരിയായതെന്നും അതുവഴി സിനിമയിലെത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ജനുവരിയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിക്കാനുള്ള 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നടിയെ സമീപിച്ചത്. നടി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ നൃത്തം പഠിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലം വേണമെന്നും താരം ആവശ്യപ്പെട്ടു. നടിയുടെ പേര് പറയാതെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. സംഭവം വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഏറെ വേദനിപ്പിച്ചെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചതുകൊണ്ടാണ് സിനിമയിൽ എത്തിയത്. ഇവർ പിൻതലമുറയ്ക്ക് മാതൃകയാകേണ്ടവരാണ്. കുറച്ച് സിനിമയും കാശും വന്നപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോട് ഈ നടി അഹങ്കാരം കാണിച്ചിരിക്കുന്നതെന്നും മന്ത്രി തുറന്നടിച്ചു. നേരത്തെയും സെലിബ്രിറ്റികൾക്കെതിരെ വി ശിവൻകുട്ടി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വിമർശനം. യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയ നടി നവ്യ നായരുടെ സാന്നിധ്യത്തിൽ മന്ത്രി പറഞ്ഞു. താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും 1 രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകുകയും ചെയ്തു. കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യവും ആവശ്യപ്പെട്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. ഇത്തവണ സ്കൂൾ കലോത്സവത്തിന്റെ അവതരണഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നടിയെ ക്ഷണിച്ചത്. അവർ ക്ഷണം സ്വീകരിച്ചെങ്കിലും 5 ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് മന്ത്രിയെ വേദനിപ്പിച്ചത്. അഹങ്കാരികളായി അവർ മാറുന്നു. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരമാണ്! പണത്തോടുള്ള ആർത്തി തീർന്നിട്ടില്ല ഇവർക്ക്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പകരം പഠിപ്പിക്കാൻ ഇവിടെ എത്ര പേർ വേണമെങ്കിലും ഉണ്ടാകുമെന്ന നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. മന്ത്രി തുറന്നടിച്ചു. മന്ത്രി പരാമർശിച്ച നടി ആരാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. പല താരങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തരൂപം ഒരുക്കാൻ പ്രതിഫലമൊന്നും കൈപ്പറ്റിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തി നടി ആശാ ശരത് എത്തിയത്. ദുബായിൽ നിന്ന് എത്തിയതും സ്വന്തം ചെലവിലാണ്. കുട്ടികൾക്കൊപ്പം വേദി പങ്കിടുന്നത് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണെന്നും ആശാ ശരത് പറഞ്ഞു. പുതിയ തലമുറയ്ക്കൊപ്പം പ്രവർത്തിക്കുക എന്നത് മനസ്സിനും സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രതിഫലം ചോദിച്ചത് ആരെന്നോ എന്താണ് സംഭവിച്ചതെന്നോ എനിക്കറിയില്ല. ഞാൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമായിരുന്നു സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചത്. പണം വേണ്ട എന്നത് ഞാൻ സ്വയം തീരുമാനിച്ചതായിരുന്നു. എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, ഞാൻ സ്വയം വന്ന് ചെയ്യാമെന്നത് ഞാൻ മുന്നോട്ടുവെച്ച കാര്യമായിരുന്നു, ആശാ ശരത് പറഞ്ഞു.